ആമേൻ. പ്രൈസ് ടു ജീസസ്. ഈ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ ജോയിൻ ചെയ്ത നിങ്ങളെ എല്ലാവരെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, ഉത്തരവാദിത്വങ്ങളും കടമകളോടും കൂടെ ദൈവം നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത് കൂടാതെ ഉത്തരവാദിത്വങ്ങളും കടമകളും അരുമനാഥനായ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട് എന്നുള്ളത് തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഉത്തരവാദിത്വങ്ങളും കടമകളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ സന്തുഷ്ടനായിരിക്കണമെങ്കിലും സമാധാനമുള്ളവനായിരിക്കണമെങ്കിലും അനുഗ്രഹസമ്പൂർണനായിരിക്കണമെങ്കിലും ജയാളിയായിരിക്കണമെങ്കിലും സ്വസ്ഥതയുള്ളവനായിരിക്കണമെങ്കിലും ദൈവ പൈതലായിരിക്കണമെങ്കിലും ദൈവം ഉപയോഗിക്കുന്നവനായിരിക്കണമെങ്കിലും ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യം, കടമ, ഉത്തരവാദിത്വം, ഈ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. ആദ്യമായിട്ടായിരിക്കത്തില്ല ഞാൻ ഇങ്ങനെ ഈ ഒരു അർത്ഥത്തിൽ സംസാരിക്കുന്നത് കേൾക്കുന്നത്. എന്നാൽ പറയാൻ പോകുന്ന വാക്യങ്ങളും വചനങ്ങളുമൊക്കെ ആദ്യമായിട്ടായിരിക്കും ഞാൻ എടുക്കുന്നത്. ഈ ടോപ്പിക്ക് ഇതല്ല എങ്കിലും, അതായത് വിശ്വസ്തത, ഉത്തരവാദിത്വം, കടമ എന്നുള്ള ഈ ടോപ്പിക്കിനകത്ത് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം കർത്താവ് തന്നിരിക്കുന്നത്. എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. കാരണം ഇത് എൻ്റെ മാത്രം അനുഗ്രഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല, എൻ്റെ മാത്രം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമല്ല. നിങ്ങളുടെയും കൂടെ അനുഗ്രഹത്തിന് വേണ്ടിയും നിങ്ങളുടെയും കൂടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും നിങ്ങളുടെയും കൂടെ സമാധാനത്തിന് വേണ്ടിയുമാണ് ഞാനിത് പറയുന്നത്. അതിലുപരി ഇതെൻ്റെ ഒരു കർത്തവ്യമാണ്. ഇത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഇതെനിക്ക് തന്നിരിക്കുന്ന കടമയാണ്. വലിയ 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 കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന ഞാൻ ഈ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ കർത്താവ് എന്നെ ഏൽപ്പിക്കാൻ മടി കാണിക്കും. അതുകൊണ്ട് എനിക്കിത് നിർബന്ധമായി പറഞ്ഞേ പറ്റൂ. വാക്യങ്ങൾ ഓരോന്നായി നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, നിങ്ങൾക്കതിൽ നിന്ന് പഠിക്കാം. വളരെ വേഗം, അരമണിക്കൂറിന് താഴെ മാത്രമാണ് നമുക്കിന്ന് സമയമുള്ളത്. വേഗത്തിൽ ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിത്യത എന്ന ഒരു ലക്ഷ്യം മാത്രമല്ല ഉള്ളത്. നിത്യതയിലേക്ക് എത്തപ്പെടുവാൻ വേണ്ടി, നിത്യതയിൽ നിങ്ങൾക്ക് സമയം ചിലവഴിക്കാൻ വേണ്ടി, കർത്താവിനോടുകൂടെ യുഗായുഗങ്ങൾ വാഴേണ്ടതിനു വേണ്ടിയും നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ടതായ ഉത്തരവാദിത്വങ്ങളും കടമകളും മന്യസുഹൃത്തിന് എന്നതുപോലെ എനിക്കുമുണ്ട്, എനിക്കെന്നതുപോലെ നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ കേവലം നമ്മളെ കർത്താവ് ഒരു രക്ഷിക്കപ്പെട്ട കൂട്ടം എന്ന ഒരു പേരിന് വേണ്ടി മാത്രം വിളിച്ചതല്ല, കൈയടിക്കുന്ന കൂട്ടം എന്ന ഒരു പേരിന് വേണ്ടി മാത്രം വിളിച്ചതല്ല, അന്യഭാഷ പറയുന്ന കൂട്ടം, മറുഭാഷയിൽ പ്രാർത്ഥിക്കുന്ന കൂട്ടം എന്ന പേരിന് മാത്രം വിളിച്ചതല്ല. അതൊക്കെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസാണ്. എന്നാൽ മറ്റ് ചില ആക്ടിവിറ്റീസ് ചെയ്യുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനാരാണ് ഏറ്റവും നല്ലൊരു മാതൃക എന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവാണ് അതിൻ്റെ മാതൃക. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ചില മാതൃകയിലേക്ക് പോകുന്നതിന് മുൻപേ ഉൽപ്പത്തി പുസ്തകം 42-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ താഴേക്ക് 6-ാമത്തെ വാക്യം വരെ ഞാൻ വായിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. യോസേഫിൻ്റെ സഹോദരന്മാർ 10 പേർ മിസ്രയീമിൽ ധാന്യം കൊള്ളുവാൻ പോയി. എന്നാൽ യോസേഫിൻ്റെ അനുജനായ ബെന്യാമീന് പക്ഷേ വല്ല ആപത്തും ഭവിക്കും എന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരോട് കൂടെ അയച്ചില്ല. അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവരുടെ ഇടയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരും വന്നു. കനാൻ ദേശത്തും ക്ഷാമമുണ്ടായിരുന്നുവല്ലോ. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. ശ്രദ്ധിക്കണേ, യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്താട്ടെ.
അവൻ തന്നെ ആയിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. അണ്ടർലൈൻ ചെയ്താട്ടെ, അവൻ തന്നെ ആയിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസേഫിൻ്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഞാൻ അവിടെ അങ്ങ് നിർത്തുക, താഴേക്ക് വായിക്കണം, പക്ഷെ നിർത്തുക. ആരാരുടെ മുമ്പിലാണ് നിൽക്കുന്നേ? ചേട്ടന്മാര് അനുജൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ സഹോദരന്മാർ സഹോദരൻ്റെ മുമ്പിൽ വന്ന് വണങ്ങി നിൽക്കുക. എന്തിനാ? കനാനിൽ വരെ ക്ഷാമം ബാധിച്ച സന്ദർഭത്തിൽ യോസെഫ് അധിപതിയായിരിക്കുന്ന മിസ്രയീമിൽ ധാന്യത്തിൻ്റെ വലിയൊരു ശേഖരമുണ്ട് എന്ന് അപ്പനായ യാക്കോബിന് അറിവ് കിട്ടിയിട്ട് സഹോദരന്മാരെ, മക്കളെ എല്ലാവരെയും കൂടെ, എടാ ചെല്ലടാ മിസ്രയീമിൽ ചെല്ലടാ, അവിടെ ഒരു മനുഷ്യൻ എല്ലാവർക്കും ധാന്യം വിഭാഗിച്ചു കൊടുക്കുന്നു, നീ എന്തുവാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, അവിടെ ചെന്ന് പൈസ കൊടുത്ത് അത് മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അവരെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഓടിച്ചു വിടുകയാണ്. പക്ഷെ അപ്പൻ അറിയുന്നില്ല മകൻ്റെ അടുത്തേക്കാണ് തൻ്റെ സഹോദരന്മാരെ പറഞ്ഞു വിടുന്നതെന്ന്. പക്ഷേ ഒരു കാലം യോസെഫ് എന്ന് പറയുന്ന ഈ മനുഷ്യന് ഇന്ന് മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈ സഹോദരന്മാരുടെ മുമ്പിൽ കെഞ്ചാനൊരു കാലം ഉണ്ടായിരുന്നു. യോസെഫ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഇന്ന് അധികം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് തൊട്ട് അങ്ങ് അടുത്ത വാക്യത്തിലേക്ക് ഞാൻ പോവുക. പക്ഷേ എനിക്കിതിനകത്ത് ചാടിപ്പോകാനൊക്കത്തില്ല. 1-2 ദൈവിക ആലോചന എനിക്ക് ഏൽപ്പിക്കാനുണ്ട്. നമ്പർ 1, 6-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി യോസെഫ് ദേശത്തിന് അധിപതി ആയിരുന്നോ? എൻ്റെ ചോദ്യം 1. യോസെഫ് ദേശത്തിന് അധിപതി ആയിരുന്നോ? അല്ലായിരുന്നു. യോസെഫ് അപ്പം ആരായിരുന്നു? യോസെഫ് യാക്കോബിൻ്റെ മകനായിരുന്നു. ശരിയല്ലേ? യോസെഫ് യാക്കോബിൻ്റെ മകനായിരുന്നു. പക്ഷെ ഉൽപ്പത്തി പുസ്തകം 42-ാമത്തെ അധ്യായം വരെ ഒന്നങ്ങോട്ട് മറിക്കുന്ന സന്ദർഭത്തിൽ മകൻ അധിപതിയായി മാറി. വെറുതെ ഒരു മകൻ അധിപതിയായതല്ല. ഈ മകൻ എന്ന സ്ഥാനത്ത് നിന്ന് അധിപതി എന്ന ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ ഈ മനുഷ്യൻ, ഈ സാധാരണ മനുഷ്യൻ, ഈ യോസെഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ കടക്കേണ്ടതായിട്ട് വന്നു. അതിനകത്ത് ചാടിക്കടക്കുമ്പോഴെല്ലാം ഓരോ ഘട്ടങ്ങളും, ഓരോ പരീക്ഷണ ഘട്ടങ്ങളും ചാടിക്കടക്കുമ്പോഴെല്ലാം യോസെഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ കാത്തു സൂക്ഷിച്ച ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ വിശ്വസ്തത എന്നതൊന്ന് മാത്രമായിരുന്നു. യോസെഫ് അപ്പൻ അക്കൗണ്ടബിൾ ആയിരുന്നു, ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. സഹോദരന്മാർക്കും ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. നാടിനും വീടിനും ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. അവിടുന്ന് അദ്ദേഹത്തെ അടിമക്കച്ചവടത്തിലൂടെ മേടിച്ചുകൊണ്ട് മിസ്രൈമിലേക്ക് കൊണ്ടുവന്നപ്പോൾ പൊത്തിഫറിൻ്റെ വീട്ടിലും അദ്ദേഹം ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. അവിടുന്ന് ചെയ്യാത്ത തെറ്റിന്, അതായത് പൊത്തിഫറിൻ്റെ വൈഫുമായിട്ടുള്ള അലിഗേഷൻ വന്ന സന്ദർഭത്തിൽ ചെയ്യാത്ത തെറ്റിന് പൊത്തിഫറിൻ്റെ വൈഫിൻ്റെ മുമ്പിലും ആ മനുഷ്യൻ വിശ്വസ്തനായിരുന്നു. എന്നിട്ടും ചെയ്യാത്ത തെറ്റിന് കാരാഗ്രഹത്തിനകത്ത് കിടക്കേണ്ടി വന്നപ്പോൾ അവിടെയും താൻ തൻ്റെ കർത്തവ്യങ്ങളിലും ഉത്തരവാദിത്വത്തിലും ദൈവത്തിലും കാരാഗ്രഹ പ്രമാണിക്കും എല്ലാം തന്നെ വിശ്വസ്തനായിരുന്നു. ഈ വിശ്വസ്തത പുലർത്തേണ്ടത് നല്ല സന്ദർഭങ്ങളിൽ മാത്രമല്ല. ശ്രദ്ധിക്കണം. ഈ വിശ്വസ്തത കാണിക്കേണ്ടത്, ആത്മാർത്ഥത കാണിക്കേണ്ടത്, സ്നേഹം കാണിക്കേണ്ടത്, കീഴ്പ്പെടൽ കാണിക്കേണ്ടത് നല്ല സന്ദർഭത്തിലും 100 ജീവിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമല്ല. നിന്റെ വിശ്വസ്തത, എൻ്റെ വിശ്വസ്തത ദൈവം കണക്കിലിടുന്നത് എൻ്റെ ഒരു മോശം സമയത്താണ്. മോശം സമയം എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ചില പരീക്ഷ ഘട്ടങ്ങൾക്കകത്ത് കർത്താവ് എന്നിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കും. എനിക്കൊരവസരം, എൻ്റെ വിശ്വസ്തത 1 സെക്കൻഡേക്ക് അല്ലെങ്കിൽ 5 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാൻ ഒരു അവസരം എൻ്റെ മുമ്പിൽ കൊണ്ട് സാത്താൻ വെച്ച് തരുമ്പോൾ കർത്താവ് സൂക്ഷിച്ചു നോക്കും. അവിടെ ഓടി വീണ് വന്ന് പൂണ്ടടക്കം പിടിച്ച്, അയ്യോടാ മോനെ നീ എന്നെ കൈവിട്ടിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് കർത്താവ് എൻ്റെ കഴുത്തിൽ കൂടെ കെട്ടിപ്പിടിക്കത്തൊന്നുമില്ല. കർത്താവ് മാറി തന്നെ നിന്നേച്ച് എന്നിലേക്ക് നോക്കും. വാട്ട് ഈസ് യുവർ ഡിസിഷൻ ഓൺ ദിസ് സിറ്റുവേഷൻ? ഇവിടെ പോത്തിഫറിന്റെ വൈഫിന്റെ മുമ്പിൽ ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് ബെഡ് ഷെയർ ചെയ്യാൻ വേണ്ടി
വേണമെങ്കിൽ അവിടെ യജമാനൻ ഇല്ലാത്തത് കൊണ്ടും തൻ്റെ വൈഫിൻ്റെ സമ്മതമുള്ളത് കൊണ്ടും വിശ്വസ്തത ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചാൽ ഒരു ഈച്ചയും പൂച്ചയും അറിയാൻ പോകുന്നില്ല അതിനകത്ത്. പക്ഷേ ഇവിടെ ദൈവം സൂക്ഷിച്ചു നോക്കിയത് യോസേഫിൻ്റെ ഡിസിഷനിലേക്കാണ്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്കൊരു കടമയുണ്ട്, നിങ്ങൾക്കൊരു കടപ്പാടുണ്ട്. അതിലൊന്നാമത്തെ കടമ എന്താന്ന് ചോദിച്ചാൽ വിശ്വാസത്തിനകത്ത് വെള്ളം ചേർക്കരുത്. രണ്ടാമത്തെ കടമ എന്താന്ന് ചോദിച്ചാൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. മൂന്നാമത്തെ കടമ എന്താന്ന് ചോദിച്ചാൽ ദൈവത്തെ അനുസരിക്കണം. നാലാമത്തെ കടമ എന്താന്ന് ചോദിച്ചാൽ സഹജീവികളോട് കരുണയുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. ഇനി നിങ്ങളെ ഞാൻ വചനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഈ മനുഷ്യൻ ആരാണ്? വീടിനകത്തെ കാര്യസ്ഥൻ എന്ന സ്ഥാനത്ത് നിന്ന് ഒരു രാജ്യത്തിൻ്റെ ഭരണ തലത്തിലേക്ക് അപ്പോയിന്റ് ചെയ്തത് പോത്തിഫറിൻ്റെ ഇഷ്ടമല്ല, ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ നിന്ന് വേഗം ചാടിക്കോട്ടെ. അതിനു മുന്നേ ഒരു ദൂതും കൂടെ നിങ്ങളിലേക്ക് ഈ വചനത്തിൽ നിന്ന്, ഈ അധ്യായത്തിൽ ഞാൻ കൈമാറുകയാണ്. ഒരു കാലം പൊട്ടക്കിണറ്റിൽ കിടന്ന് സഹോദരന്മാരുടെ മുമ്പിൽ കൈകൂപ്പിയിട്ട് പ്രാണനു വേണ്ടി കെഞ്ചിയ ഒരു മനുഷ്യനാണ് യോസേഫ് എന്ന് സഹോദരന്മാരിൽ ഒരുവനായ റൂബേൻ ഈ 42-ാമത്തെ അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അന്ന് നമ്മുടെ സഹോദരനായ യോസേഫ് പ്രാണനു വേണ്ടി നമ്മുടെ മുമ്പിൽ കെഞ്ചിയപ്പോൾ നാം അവൻ്റെ യാചന അവൻ്റെ പ്രാണസങ്കടം കണ്ടു എങ്കിലും അവൻ്റെ യാചന നാം കൈക്കൊണ്ടില്ലല്ലോ. ഇന്ന് അവൻ്റെ രക്തമാണ് നമ്മോട് ഈ പ്രതികാരം ചോദിക്കുന്നതെന്ന് രൂബേൻ ബാക്കിയുള്ള സഹോദരന്മാരോട് പറയുന്നൊരു വാക്യം ഈ 42-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. ഞാനൊരു ദൈവാലോചന താങ്കളിലേക്ക് കൈമാറുകയാണ്. നിങ്ങളുടെ ഒരു മോശം സമയത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ദൈവം ഒന്നെടുത്തുയർത്തുന്നതിന് തൊട്ടു മുൻപേ നിങ്ങൾ ആരുടെയെങ്കിലും മുമ്പിലൊക്കെ തലകുനിഞ്ഞ് നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാണസങ്കടത്തിന് അവർ കണ്ടു എങ്കിലും കാണാത്ത മട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അകാരണമായി ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ, പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതൊക്കെയും അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വസ്തതയ്ക്കോ നിങ്ങളുടെ തീരുമാനത്തിനകത്തോ വെള്ളം ചേർക്കാതെയും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയാതെയും ഇരിക്കുമെന്നുണ്ടെങ്കിൽ, കർത്താവ് കനാനീന്ന് മിസ്രയീം വരെ ക്ഷാമം വെച്ചിട്ട് ധാന്യസഞ്ചിയും കൊണ്ട് ഓടി സ്വന്തം സഹോദരന്റെ മുമ്പിൽ വന്ന് തലകുനിച്ച് നിർത്തിയതുപോലെ ഒരു കാലം സ്വന്തം സഹോദരനെ പെടുത്തിയ പാടുകൾ ഒരു ക്ഷാമത്തിന്റെ മധ്യത്തിൽ അതേ സഹോദരന്മാരെ കൊണ്ട് തന്നെ ദൈവം ചിന്തിപ്പിച്ചതുപോലെ നിങ്ങളെ ദൈവം എടുത്തുയർത്തുന്ന ഒരു കാലം വരുന്നു. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് തെറ്റ് ചെയ്തവർ വന്ന് തലകുനിച്ച് നിൽക്കുന്ന ഒരു സമയം വരുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് തിരിയുന്നൊരു സമയം വരുന്നു. ദൈവസന്നിധിയിൽ ഇതൊക്കെ സംഭവിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഒരു യോസേഫിന് മാത്രമല്ല, യോസേഫിനെ പോലെ വിശ്വസ്തത കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിക്കാണ്. ദൈവസന്നിധിയിൽ കർത്താവ് ഒരു വ്യക്തിയെ സ്ഥാനമാനങ്ങൾ നൽകി കൽപ്പിച്ചുയർത്തണമെങ്കിലും, കർത്താവ് ഒരു വ്യക്തിയെ ഉപയോഗിക്കണമെങ്കിലും, ദൈവം ഒരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിലും അവൻ ദൈവമേൽപ്പിച്ച കർത്തവ്യങ്ങളിലും കടമകളിലും വിശ്വസ്തനായിരിക്കണം. ഇവിടെ ധാന്യത്തിനകത്ത് വേണമെങ്കിൽ ഒരുപാട് അഴിമതി യോസേഫിന് ചെയ്തില്ല. ധാന്യത്തിനകത്ത് വെള്ളം ചേർക്കരുത്. അങ്ങനെ ധാന്യം, യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെ ആയിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. വേണമെങ്കിൽ അതിനകത്ത് ഒരു ചാക്ക് മാറ്റിയാൽ ആരും അദ്ദേഹത്തോട് ചോദിക്കത്തില്ല. പക്ഷേ ചെയ്തില്ല. അളവിനകത്ത് കള്ളം കാണിക്കരുത്. കൊടുക്കുന്ന കാര്യത്തിനകത്ത് അതിനകത്തുനിന്ന് 2 മണി പുറകിലോട്ട് വലിച്ചില്ല, കാണിക്കരുത്. കൊടുക്കുന്ന കാര്യത്തിനകത്ത് കള്ളത്തരം കാണിക്കരുത്. അവൻ തന്നെ ആയിരുന്നു അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. ദൈവം നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ വിശ്വസ്തത ദൈവം വെരിഫൈ ചെയ്യും.
ആദ്യം കർത്താവ് കുറച്ചേ ഏൽപ്പിക്കത്തുള്ളൂ. ആ കുറച്ചേൽപ്പിക്കുന്ന കാര്യത്തെ നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് കർത്താവ് നോക്കും. എല്ലാ കാര്യവും തലയ്ക്കകത്ത് കൊണ്ടുവന്ന് ട്യൂബിട്ട് കത്തിച്ചു തരാൻ കർത്താവിന് പറ്റത്തൊന്നുമില്ല. മനുഷ്യനായിട്ട്, മൃഗമായിട്ട് സൃഷ്ടിക്കാതെ മനുഷ്യനായിട്ട് സൃഷ്ടിച്ചത് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇനി യേശുവിൻ്റെ ജീവിതത്തിലേക്ക് വരിക കേട്ടോ. അളവിൻ്റെ കാര്യത്തിൽ യോസെഫ് കള്ളം കാണിച്ചില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ഉയർന്നത്. പണ്ടും ഇങ്ങനെ തന്നെ, പണ്ടും കള്ളം കാണിക്കത്തില്ല, പണ്ടും വിശ്വസ്തനാണ്, പണ്ടും പ്രാർത്ഥിക്കുന്നവനാണ്, പണ്ടും സ്വപ്നം കാണുന്നവനാണ്. ഈ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായതിനു ശേഷം ആൾ ദൈവമാകരുത്. അല്പം ഒന്ന് ദൈവം പൊസിഷൻ അങ്ങോട്ട് ഉയർത്തുന്ന സന്ദർഭത്തിൽ, പൊസിഷൻ ദൈവം അങ്ങോട്ട് ഉയർത്തുന്ന സന്ദർഭത്തിൽ സ്വയം ദൈവമാകരുത്, സ്വയം രാജാവാകരുത്. സ്വപ്നം ദൈവം തന്ന സന്ദർഭത്തിൽ നമുക്കൊരു താഴ്മയുണ്ട്. ആ നിലവാരത്തിൽ തന്നെ മുമ്പോട്ട് പോകണം. അവിടെയാ ദൈവം കൃപ വർദ്ധിപ്പിക്കുന്നത്. അവൻ തന്നെയായിരുന്നു ധാന്യം വിറ്റത്. യോസെഫിന്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ ദൈവസന്നിധിയിൽ മറ്റുള്ളവർ വന്ന് നമ്മളെ നമസ്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്തവർ വന്ന് നമ്മുടെ മുമ്പിൽ അയ്യോ ഐ ആം സോറി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വിശ്വസ്തരാകണ്ട. ദൈവത്തിൻ്റെ സന്നിധി, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾക്കകത്ത്, ദൈവം ഏൽപ്പിച്ച കാര്യാദികൾക്കകത്ത്, ബന്ധത്തിനകത്ത്, ജോലിക്കകത്ത്, ബിസിനസ്സിനകത്ത്, മിനിസ്ട്രിക്കകത്ത്, ചർച്ചിനകത്ത്, കൂട്ടായ്മയ്ക്കകത്ത്, വീടിനകത്ത് നീ വിശ്വസ്തനായിരുന്നാൽ ശത്രുക്കളെ പോലും നിന്നോട് ഇണക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് സദൃശ്യവാക്യം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് നേരെ വരുമ്പോൾ, അപ്പോൾ ഭരണത്തിൽ പങ്കാളിയാകാൻ യോസെഫിന് അവസരം കിട്ടിയപ്പോൾ ആ കാര്യത്തിൽ ആ മനുഷ്യൻ വിശ്വസ്തനായിരുന്നു. അപ്പോൾ ഒരു ദൈവവിശ്വാസിയുടെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ, അളവിൽ വെള്ളം ചേർക്കരുത്. ദൈവനാമത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ വെള്ളം ചേർക്കരുത്. ദൈവ മക്കൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ വെള്ളം ചേർക്കരുത്. സ്വന്തം ജോലി സ്ഥാപനത്തിനകത്ത് വെള്ളം ചേർക്കരുത്. ജോലിയിൽ വെള്ളം ചേർക്കരുത്. ബിസിനസ്സിൽ വെള്ളം ചേർക്കരുത്. കസ്റ്റമർക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന കാര്യമാണെങ്കിൽ അതിനകത്ത് വെള്ളം ചേർക്കരുത്. മാർജിനിൽ വെള്ളം ചേർക്കരുത്. ന്യായമായിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ട പ്രോഫിറ്റിലും വെള്ളം ചേർക്കരുത്. നിങ്ങൾ അതിനകത്ത് നഷ്ടം അനുഭവിക്കുകയും ചെയ്യരുത്. അമിത ലാഭം എടുക്കുകയും ചെയ്യരുത്. ഇതിനകത്ത് എല്ലാം കർത്താവ് തിരുവെഴുത്തിനകത്ത് വചനം പറയുന്നുണ്ട്. എൻ്റെ സമയക്കുറവുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ദെൻ അവിടുന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാൻ യേശുവിലേക്കാണ് ഞാൻ പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിനകത്ത് കർത്താവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കർത്താവാ, നമ്മുടെ രക്ഷകനാണ്. എന്നാൽ ഒരേ സമയം നമ്മുടെ യേശു കർത്താവ് ദൈവവിശ്വാസിയായിട്ടാണ് ജനത്തിൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്നത്. ദൈവവിശ്വാസിയായിട്ടാണ് ജീവിച്ചിരുന്നത്, രക്ഷകനായിട്ടാണ് ജീവിച്ചിരുന്നത്, ഗുരുവായിട്ടാണ് ജീവിച്ചിരുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 15-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കും. മത്തായി എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതൽ താഴേക്ക് വായിക്കും. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട്, ഈ നീതിയോടും നേരോടും ഒക്കെ ജീവിക്കുന്നവർക്ക് എപ്പോഴും കുടുക്കും പോരാട്ടവും ഒക്കെ ഇങ്ങനെ പലരിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ അതൊന്ന് മാറാൻ എന്തോ ചെയ്യണം പാസ്റ്ററെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊന്ന് മാറാൻ എന്തോ ചെയ്യണം പാസ്റ്ററെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. യേശുവിൻ്റെ ലൈഫിലേക്ക് ഒന്ന് പറഞ്ഞതിന് ശേഷം ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവൻ്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം? ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം? നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെ പ്രീതിപ്പെടുത്തി അവരെ കൂടെ നിർത്തുന്ന വ്യക്തികളാണ് പൊതുവെ മനുഷ്യർ. അങ്ങനെയാണ്. കാര്യം എന്താ? മറ്റൊരു കാരണവും അതിൻ്റെ പിന്നിലില്ല. ശത്രുത വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശത്രുത വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കർത്താവിൻ്റെ റോള് നേരെ തിരിച്ചാ. നീ സത്യവാനും, അപ്പൊ ലേശവും ഭോഷ്കില്ലാത്തവൻ, ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ. അപ്പൊ ഏതെങ്കിലും ഒരു വിശ്വാസിയെങ്കിലും അടുത്ത ദിവസം മീറ്റിങ്ങിന് വരാതിരിക്കരുത് എന്ന ചിന്തയിലുള്ള ഒരു പഠിപ്പിക്കൽ യേശുവിനില്ല.
എന്നെക്കുറിച്ച് ദോഷമായി മറ്റൊരിടത്ത് പോയി പറയരുത് എന്നൊരു ചിന്ത യേശുവിനില്ല. കാര്യം എന്താ? ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കുന്നവനായിരിക്കണം ഒരഭിഷിക്തനും ഒരു വിശ്വാസിയും. നിങ്ങളെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ ദൈവം നിങ്ങളെ പഠിപ്പിച്ച വഴി പഠിപ്പിക്കുന്നതായിരിക്കണം. അതിന് നിങ്ങൾ ശരിയായി ദൈവത്തിൻ്റെ വഴി പഠിക്കണം. യേശു എന്ത് പഠിപ്പിച്ച വ്യക്തിയാണ്? യേശു കൃപാവരങ്ങളെ കുറിച്ച് പഠിപ്പിച്ച വ്യക്തിയല്ല. യേശു ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിപ്പിച്ച ഒരു വ്യക്തിയല്ല. യേശു അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ദൈവരാജ്യം എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഡീപ്പായി സംസാരിച്ച ഒരു വ്യക്തിയാണ്. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് ഒരുപാടുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും. ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവർക്ക് മനുഷ്യരുടെ മുഖം നോക്കിയാൽ ആ വഴി നേരെ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. കാര്യം എന്താ? ആ ടീച്ചിങ്സിനകത്ത് ചില മനുഷ്യർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ചില കാര്യങ്ങൾ ഏറിയ മനുഷ്യർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ മനുഷ്യന്റെ മുഖം നോക്കിയാണ് ഞാൻ ദൈവത്തിന്റെ വഴി പഠിപ്പിക്കുന്നതെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വഴി എനിക്ക് പൂർണ്ണമായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല. കുറെയൊക്കെ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെയും കുറെയൊക്കെ സാത്താൻ ഇഷ്ടപ്പെടുന്നത് പോലെയും കുറെയൊക്കെ ദൈവത്തിന് ഇഷ്ടപ്പെടുന്നത് പോലെയും എനിക്ക് പ്രസംഗിക്കേണ്ടി വരും. കർത്താവേ, ഒരു കാലവും എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകല്ലേ. എല്ലാ ദൈവദാസന്മാർക്കും ആ ഒരു നിർബന്ധം വേണം. എല്ലാ ദൈവമക്കൾക്കും ആ ഒരു നിർബന്ധം വേണം. ഒരു കാലവും ഒരു മനുഷ്യരുടെയും മുഖം നോക്കി പ്രസംഗിക്കേണ്ടി വരരുത്. എന്നെ വിളിച്ചിരിക്കുന്നതും നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വഴി പഠിക്കാനാണ്. ദൈവത്തിൻ്റെ വഴി, ഈ വഴി പഠിച്ചാലേ ആ വഴി കൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഒരു പൊക്ക് യേശുവിനെ പറഞ്ഞ കാര്യം നേരാണെങ്കിലും ഈ വാക്ക് എഴുന്നള്ളിച്ച വ്യക്തി ആരാന്ന് നോക്കണം. ഹെരോദാവിന്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വാക്കിൽ കൊടുക്കാം. ദൈവവൈതലേ, നീ ഒന്ന് പ്രാർത്ഥിച്ച് കയറി വരുന്ന സന്ദർഭത്തിൽ നിന്നെ ഒന്ന് വല്ലാതെ പൊക്കുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഒത്തിരി അങ്ങ് പ്രൈസ് ചെയ്ത് സംസാരിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് ഉയർത്തുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ആരെയും സംശയത്തോടെ നോക്കണ്ട, ഒന്ന് വിവേചിക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാ നന്മയും പറഞ്ഞേച്ച് ഒരു തിന്മ അതിൻ്റെ ഇടയിൽ കൊണ്ടിടും. എന്നാൽ ശരിയായ ആത്മാവിൽ നിന്ന് സംസാരിക്കുന്നവർ അങ്ങനെ സംസാരിക്കത്തില്ല. നിനക്കെന്തു തോന്നുന്നു? 17-ാമത്തെ വാക്യം. അടുത്ത യേശുവിലേക്കുള്ള ഇരയിടുകയാണ്. വന്ന ദൗത്യം നടത്ത്. നിനക്കെന്തു തോന്നുന്നു? ഞാനൊന്ന് നിൽക്കുക അവിടെ. നിനക്കെന്തു തോന്നുന്നു? നിന്റെ തോന്നലിലൂടെ ദൈവത്തിനാണേലും സാത്താനാണേലും നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. നിനക്കെന്തു തോന്നുന്നു? ഓപ്പൺ ചെയ്യേണ്ടത് താങ്കളാണ്. റെസ്പോണ്ട് ചെയ്യേണ്ടത് താങ്കളാണ്. താങ്കളുടെ റെസ്പോൺസിനനുസരിച്ചിരിക്കും ബാക്കി അനന്തരഫലങ്ങൾ. നിനക്കെന്തു തോന്നുന്നു? പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ചോദ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇട്ടു തരികയാണ്. ഈ ചോദ്യം ഹെരോദാവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്. പക്ഷെ ഈ ചോദ്യം പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും കൂടെ ചോദിക്കാൻ ഇട്ടു തരിക. നിനക്കെന്തു തോന്നുന്നു? നീ തിരഞ്ഞെടുത്ത വിശ്വാസം തെറ്റെന്ന് തോന്നുന്നു, ശരിയെന്ന് തോന്നുന്നു? നിനക്കെന്തു തോന്നുന്നു? നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം പ്രയോജനമുള്ളതെന്ന് തോന്നുന്നു, എന്നും കേൾക്കുന്നത് പോലെ എന്ന് തോന്നുന്നു? നിനക്കെന്തു തോന്നുന്നു? ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടായ്മ നിനക്ക് നിത്യത വരെയും പോകാൻ സഹായകമായിരിക്കുന്ന കൂട്ടായ്മ എന്ന് തോന്നുന്നോ, മറിച്ചു തോന്നുന്നു? നിനക്കെന്തു തോന്നുന്നു? ഈ ദൈവം വിശ്വസ്തനെന്ന് തോന്നുന്നോ, അതോ ഇതൊക്കെ ഒരു നാടകമെന്ന് തോന്നുന്നു? നിനക്കെന്തു തോന്നുന്നു? ഈ ലോകത്തിന്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ഇതിനേക്കാൾ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ എന്ന് തോന്നുന്നോ, അതോ ഇതാണ് ശരിയായ ജീവിതമെന്ന് തോന്നുന്നു? നിനക്കെന്തു തോന്നുന്നു? ഇന്നത്തെ ഈ പരീക്ഷണം ദൈവം നിന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളെന്ന് തോന്നുന്നോ, ഇന്നത്തെ ഈ പരീക്ഷണം പിശാച് എന്നെ കൊന്നു കളയാൻ വേണ്ടി അവൻ എനിക്ക് ഇട്ടു തന്നിരിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നു? തോന്നലിനകത്താണ് മറുപടി ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിനക്കെന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു.
പറയിച്ചു. പറഞ്ഞു അല്ല, പറയിച്ചു. അപ്പൊ ശിഷ്യന്മാർ, ഹെരോദാവിന്റെ ശിഷ്യന്മാർക്ക് കീ കൊടുത്തു വിട്ടു എങ്ങനെ അവനെ ഓപ്പറേറ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് ഒരു പരീക്ഷകൻ വരുമ്പോ എങ്ങനെ നിന്നെ ടേൺ ചെയ്താൽ, എങ്ങനെ നിന്നെ ഓപ്പറേറ്റ് ചെയ്താൽ നിന്റെ വീക്ക് പോയിന്റിൽ പിടിക്കാം എന്ന് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വരുന്നവനാണ് പരീക്ഷകൻ. നിന്റെ അടുത്ത് ഒരു വ്യക്തി വരുമ്പോ നിന്നെ എങ്ങനെ മുട്ടിയാൽ നിന്നെ വീഴ്ത്താം എന്ന് സ്റ്റഡി ചെയ്തിട്ട് വരുന്നവനാണ് പരീക്ഷകൻ. ആകയാൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഉണർന്നിരുന്നുള്ള പ്രാർത്ഥനയിൽ പഠിക്കാനുള്ള ഒത്തിരി ലെസൺസ് ഉണ്ട്. അല്ലാതെ 3 നേരം ഉറക്കവും 3 നേരം ഭക്ഷണവും കഴിച്ച് ഏമ്പക്കവും വിട്ട് തോന്നുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയും തോന്നുന്ന സമയത്തിൽ തിരുവെഴുത്തെടുക്കുകയും തോന്നുന്ന സമയത്തിൽ മെസ്സേജ് കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഈ ആത്മമണ്ഡലത്തിനകത്ത് ജയിച്ചു കയറാൻ ഭയങ്കര പാടാ. എന്റെ സമയം കഴിഞ്ഞു. നിനക്കെന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? 3 നേരം സുഖമായിട്ട് ഉറങ്ങിയിട്ടല്ല, ഉച്ചയൂണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങിയച്ചല്ല, വൈകുന്നേരം ആയപ്പോൾ ഒരു ടീയും സ്നാക്സും കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് തോന്നിയ സമയത്ത് പ്രാർത്ഥിച്ചപ്പോഴല്ല, വില കൊടുത്തത് കൊണ്ട് അറിഞ്ഞു. കാരണം അവൻ ആത്മാവിൻ്റെ വരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, അവൻ ആത്മാവിൻ്റെ വരമുണ്ട്. യേശു അറിഞ്ഞു. പരീക്ഷകൻ, നിന്റെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അറിയുന്നത് പോലെ തന്നെ പരീക്ഷകൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും അറിയാൻ പറ്റും. പരീക്ഷകൻ വരുന്ന ആൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഐലൈനറൊക്കെ എഴുതി മുടിയൊക്കെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ചെയ്ത് നല്ല ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് പൊളൈറ്റായിട്ട് MA MBBS ഒക്കെ എടുത്ത് വളരെ ക്വാളിഫൈഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. സംസാരമൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തോന്നും. പക്ഷെ സംസാരിക്കുന്നത് ഏത് ആത്മാവിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. തമാശ രൂപേണയാണ് പറഞ്ഞെങ്കിലും മനസ്സിലാക്കിക്കോ എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്നും കൂടെ പറയാം. നിന്നെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പരീക്ഷകൻ വരുന്നത്. അല്ലാതെ പുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ടല്ല വരുന്നത്, പുള്ളി കൺഫേംഡ് ആയിട്ടാണ് വരുന്നത്. കൺഫ്യൂഷൻ ദൈവമക്കൾക്ക് മാത്രമല്ലേ ഉള്ളൂ. കൺഫ്യൂഷൻ അന്നും ഇന്നും ദൈവമക്കൾക്കേ ഉള്ളൂ. പക്ഷെ സാത്താൻ കൺഫേംഡ് ആണ്, നമ്മൾ ഇന്നും കൺഫ്യൂഷനിലാണ്. കാരണം ആൾക്കറിയാൻ കുറച്ച് സമയമുള്ളൂ, നമുക്കായി ഒത്തിരി സമയം കിടക്കുന്നത്. ശരിയല്ലേ? നമുക്കാണ് ഈ 3, 4, 5 നേരം മീറ്റിംഗ് ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സൗകര്യാർത്ഥം. പക്ഷെ അവൻ അറിയാൻ ഇച്ചിരി സമയമേ ഉള്ളൂ. ദൈവം നമുക്ക് ഇളച്ചു തന്നിരിക്കുക. നിനക്കെന്തു തോന്നുന്നു? അപ്പൊ യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിനുള്ള നാണയം കാണിപ്പിൻ എന്ന് പറഞ്ഞാൽ നികുതി കൊടുക്കുന്ന. എന്ത് തോന്നുന്നു കർത്താവ്? നീ ആളുടെ മുഖം നോക്കാത്ത വ്യക്തിയാ. അപ്പൊ കൈസർക്ക് നികുതി കൊടുക്കണമെന്ന് അങ്ങേക്ക് തോന്നുന്നു. അങ്ങ് ആളുടെ മുഖം നോക്കുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ. അപ്പൊ ഇവരെന്താ വിചാരിച്ചത്? നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൈസർക്ക് കൊടുക്കേണ്ട കാര്യം എന്നാടാ എന്ന് യേശു പറയും എന്നിവർ കരുതി. അങ്ങനെ പറഞ്ഞാൽ കൈസരെ എതിർത്തു പറയുന്നു എന്ന് പറഞ്ഞ് ഒരു നിയമം വേറെ രീതിയിൽ ഇറക്കാം. കൈസരെ അനുകൂലിച്ചു പറഞ്ഞാൽ ഇവൻ കൈസർക്ക് വേണ്ടി സംസാരിക്കുന്നവൻ എന്ന് പറഞ്ഞ് ജനത്തെ ഇളക്കി മറ്റൊരു രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാം. റോമൻ പട്ടാളത്തെ ഇറക്കാം. ഇത് രണ്ടും യേശുവിന് പറഞ്ഞാൽ ദോഷമാണെന്ന് ആത്മാവ് റിവീൽ ചെയ്തത് കൊണ്ട് രണ്ടുപേർക്കും തട്ടില്ലാത്ത രീതിയിൽ ജ്ഞാനത്തോടെ ഉത്തരം പറഞ്ഞു. നിന്റെ മുമ്പിൽ പരീക്ഷകൻ നിൽക്കുമ്പോൾ, വാക്കിൽ കുടുക്കാൻ വേണ്ടി ശത്രു പദ്ധതി ഇടുമ്പോൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ഉള്ളിലിരുന്ന് പറഞ്ഞു തരുന്നൊരു ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് ആക്റ്റീവ് ആകും യേശുവിൻ്റെ നാമത്തിൽ. കരത്തിനുള്ള നാണയം കാണിപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചു. കൈസരുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവർ അവനോട് പറഞ്ഞു. അവർ അത് കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ട് പോയി കളഞ്ഞു. ദൈവപൈതലേ, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നികുതി കൊടുത്തിരിക്കും. നിങ്ങൾ
ടൈത്ത് കൊടുത്തിരിക്കും, നിങ്ങൾ ദശാംശം കൊടുത്തിരിക്കും, നിങ്ങൾ സഭയെ ഹെൽപ്പ് ചെയ്തിരിക്കും, നിങ്ങൾ സഹവിശ്വാസികളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും, നിങ്ങൾ ദൈവദാസന്മാരെ ഹെൽപ്പ് ചെയ്തിരിക്കും, നിങ്ങൾ സഹജീവികളെ ഹെൽപ്പ് ചെയ്തിരിക്കും. അവൻ ഏത് ജാതിക്കാരന് നോക്കത്തില്ല, ഏത് മതക്കാരന് നോക്കത്തില്ല. നിന്റെ മുമ്പിൽ നന്മ ചെയ്യുവാൻ നിനക്ക് കഴിവുള്ളപ്പോൾ അത് യോഗ്യരായിരിക്കുന്നവർക്ക് നീ നിരസിക്കരുത് എന്നൊരു വചനം കൂടെ ഈ സുവിശേഷത്തിനകത്ത് കിടപ്പുണ്ട്. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് നിരസിക്കരുത് എന്നൊരു വചനമുണ്ട്. കർത്താവ് എന്നെ ഈ തിരുവെഴുത്ത് ഏൽപ്പിച്ചതും ദൈവം നിങ്ങളെ ഈ തിരുവെഴുത്ത് കേൾപ്പിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടാണ്, നമ്മെ ദൈവത്തിൻ്റെ അനുകാരികളാക്കി മാറ്റാൻ വേണ്ടി. കർത്താവിൻ്റെ മുമ്പിൽ വന്ന എല്ലാവരും ഏത് ചർച്ചയിൽ പോകുന്നതാ? എത്ര കാലമായി വിശ്വാസത്തിൽ വന്നിട്ട്? ഈ ചോദ്യങ്ങളൊന്നും കർത്താവ് ആരോടും ചോദിച്ചതായിട്ട് ഞാൻ തിരുവെഴുത്തിൽ വായിച്ചിട്ടില്ല. പക്ഷേ വന്നവരോടെല്ലാവരോടും കർത്താവിനുണ്ടായിരുന്ന മനോഭാവം എന്ന് പറഞ്ഞാൽ മനസ്സലിവ്. അവൻ മനസ്സലിഞ്ഞ് അവനെ തൊട്ടു, അവൻ കരുണ തോന്നി അവരെ സൗഖ്യമാക്കി. ഇങ്ങനെ കിടക്കുന്ന എല്ലാം മനസ്സലിവ. ഇതേത് ജാതി, ഏതോ മതം, എവിടുന്ന് വന്നു, ഏതാളുടെ കൂടെ നിൽക്കുന്നു, ഇതൊന്നും കർത്താവ് നോക്കിയില്ല. യേശുവിൻ്റെ മിനിസ്ട്രി തന്നെ ഒരു ഭയങ്കര പാഠമാണ് നമുക്ക്, യേശുവിൻ്റെ മിനിസ്ട്രി. സോ കർത്താവ് ഇവിടെ നിങ്ങൾ വിശ്വാസികളാണോ? നിങ്ങളൊരു സമൂഹത്തിൻ്റെ ഭാഗമാണോ? നിങ്ങളൊരു നിയമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? നമ്മൾ ഒരേ സമയം നമ്മൾ ദൈവത്തിൻ്റെ നിയമത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ നമ്മളായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമത്തെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? നമ്മളത് ഫോളോ നമ്മൾ നിയമം ലംഘിക്കേണ്ടവരാണോ? നിയമം പാലിക്കേണ്ടവരാണോ? നിയമം പാലിക്കേണ്ടവരാണ്. ദൈവ പൈതലാണെങ്കിൽ ആ വാക്കേ പറയത്തുള്ളൂ, നിയമം പാലിക്കേണ്ടവരാണ്. അവിടെ കൊണ്ട് ആ സിഗ്നൽ വെച്ചു, ഇവിടെ കൊണ്ട് ഈ സിഗ്നൽ വെച്ചു, അവിടെ കൊണ്ട് ഈ ഹമ്പ് വെച്ചു, ഇവിടെ കൊണ്ട് ഈ കുഴി ഇട്ടു എന്നൊന്നും നമുക്ക് പറയാൻ പ്രമാണമില്ല. അത് ഒരു രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിനകത്തപ്പെടുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ നിയമം പാലിക്കുന്ന ഒരു വ്യക്തി രാജ്യത്തിൻ്റെ നിയമവും പാലിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ടാക്സ് കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്, നീ ടാക്സ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഒരു രാജ്യത്തിന് അവകാശപ്പെട്ടത് വെട്ടിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു വ്യക്തി നന്നാകത്തില്ല. ഒരു സഭയ്ക്ക് പോകേണ്ട, ഒരു ദൈവദാസന് പോകേണ്ട, കർത്താവിൻ്റെ നാമത്തിന് പോകേണ്ട ഒരു ഓഫറിങ്ങോ, ഒരു ടൈത്തോ, ഒരു ദശാംശമോ, ഒരു സംഭാവനയോ, ഒരു ഡൊണേഷനോ നമ്മൾ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞ്, അടുത്ത മാസത്തേക്കാക്കി എന്ന് പറഞ്ഞ്, അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ്, അതിൽ കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരിക്കലും നാം വലുതാകാൻ പോകുന്നില്ല, നന്നാകാൻ പോകുന്നില്ല. കൊടുക്കണം എന്ന് പഠിപ്പിച്ചത് യേശുവാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ അതിനെ എടുത്ത് അവരെ കാണിച്ചിട്ട് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. ഒരു വിശ്വാസി ഒരു യോസേഫിനെ പോലെ ആയിരിക്കണം. അവൻ്റെ കയ്യിൽ തന്നെയാണ് കർത്താവ് എല്ലാം ഏൽപ്പിച്ചേക്കുന്നത്. അവനായിരിക്കുന്ന ആ ഒരു ചുമതലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഏൽപ്പിച്ചേക്കുന്ന യോസേഫിനെയാണ്. അവൻ തന്നെ ധാന്യം വിറ്റു എന്ന് പറയുന്നു. വേണമെങ്കിൽ അല്പം പിടിച്ചു വെക്കാം, വേണമെങ്കിൽ അല്പം അളവിൽ കള്ളം കാണിക്കാം, വേണമെങ്കിൽ കുറച്ചൊക്കെ പിടിച്ചാൽ ഒരാളുടെ പൈസ പോക്കറ്റിൽ ഇടാം. നമുക്കും ചെയ്യാം. ദൈവം നമ്മയാണ് നോക്കുന്നത്, നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. എന്ത് കാര്യവും നമ്മെ ഏൽപ്പിച്ചേക്കുന്നത്. എങ്ങനെയും എനിക്ക് വ്യാപാരം ചെയ്യാം, പക്ഷെ കണക്ക് ബോധിപ്പിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവം എൻ്റെ ഡിസിഷൻ നോക്കും, ദൈവം എൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് നോക്കും. എൻ്റെ വിശ്വസ്തതയും എൻ്റെ തീരുമാനവും അനുസരിച്ചാണ് ഞാൻ ഇനിയും കാര്യസ്ഥനായിട്ട് തുടരണോ, ഞാൻ ഇനിയും കാരാഗ്രഹവാസിയായിട്ട് തുടരണോ, ഞാൻ ഇനിയും സഹോദരന്മാരുടെ ചവിട്ടും കുത്തും കൊണ്ട് കിടക്കണോ, അതോ ഞാൻ ഇനി ഭരണാധികാരിയായി മാറണോ എന്ന് തീരുമാനിക്കുന്നത്. ഡിസിഷനകത്ത്, തീരുമാനത്തിനകത്ത്, വിശ്വസ്തതയ്ക്കകത്തുണ്ട് നിങ്ങളുടെ വിജയം, വിശ്വസ്തതയ്ക്കകത്തുണ്ട് നിങ്ങളുടെ ഉയർച്ച, വിശ്വസ്തതയ്ക്കകത്തുണ്ട്, തീരുമാനത്തിനകത്തുണ്ട് നിങ്ങളുടെ വിടുതൽ. യോസേഫ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രൊമോഷൻ കൊടുത്തതൊന്നും അല്ല ഭരണസ്ഥാനത്തേക്ക്. അവൻ ദൈവത്തിലും മനുഷ്യനും വിശ്വസ്തനായിരുന്നത് കൊണ്ട്, ദൈവകാര്യങ്ങളിലും മാനുഷിക കാര്യങ്ങളിലും അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, കടമകളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ദൈവം കൊടുത്ത പ്രൊമോഷനാത്. ആരും വോട്ടിട്ട് കയറ്റിയതും വോട്ടിട്ട് തോപ്പിക്കാൻ നിന്നതൊന്നും അല്ല, ദൈവം കൊടുത്ത പ്രൊമോഷൻ. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ കടഭാരത്തിനൊരു വിടുതലുണ്ടാകും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിന് ഒരു സെറ്റിൽമെൻറ്റ് നടക്കും, നിങ്ങളുടെ ജീവിത കാര്യങ്ങൾക്ക്, നിങ്ങളുടെ നിയമകാര്യങ്ങൾക്കും എല്ലാം ഒരു ശരിയായ മറുപടി വരും. പക്ഷേ എവിടെയാണ് ഈ വചനം കേട്ടതിൽ ഞാൻ ഇനി ഒന്ന് തീരുമാനം എടുക്കാനുള്ളത്? നമ്മൾ അറിഞ്ഞിരിക്കണം.
ഇത് ഞാൻ എൻ്റെ അനുഗ്രഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രം പറയുന്നതല്ല, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി പറയുന്നതാണ്. എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസ് എന്ന് പറയുന്നത് എനിക്കൊരു ഫാമിലിയാണ്. നമ്മുടെ ഈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫാമിലിയാണ്. നമ്മളെല്ലാവരും ഒരു ഫാമിലി മെമ്പറിനെ പോലെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നതല്ല, മാത്രമല്ല നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ്. ഞാൻ ഇന്ന് ഈ തിരുവെഴുത്ത് പഠിച്ച സമയം ഇനിയുണ്ട്, പക്ഷെ എൻ്റെ സമയം തീർന്നുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഞാൻ തിരുവെഴുത്ത് പഠിച്ച സമയം കർത്താവ് പറഞ്ഞ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ, അതിനകത്ത് വിശ്വസ്തരായിരിക്കണം. ദൈവം പറഞ്ഞു. 2, നമ്മളൊരു രാജ്യത്തെ നിയമിക്കുന്നവരാ. നമുക്കെങ്ങനെ ടാക്സ് വെട്ടിക്കാൻ പറ്റും? നമ്മളൊരു സഭയിൽ പോകുന്നവരാ, നമ്മളൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരാ. നമുക്കെങ്ങനെ ടൈത്ത് വെട്ടിക്കാൻ പറ്റും? നമുക്കെങ്ങനെ ഓഫറിങ് വെട്ടിക്കാൻ പറ്റും? നമുക്കെങ്ങനെ ആ കണക്കിനകത്ത് കള്ളം കാണിക്കാൻ പറ്റും? മൈറ്റി ഗോഡ്, നമ്മളൊരു രാജ്യത്തിൽ താമസിക്കുകയും നമ്മളൊരു നിയമത്തിൽ വിശ്വസിക്കുകയും ആ നിയമം നമ്മുടേതാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുകയും ചെയ്തിട്ട് അതേ നിയമം ലംഘിക്കാൻ, അതിനകത്ത് കള്ളം കാണിക്കാൻ എങ്ങനെ പറ്റും? അപ്പോൾ നമ്മൾ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന ആ ഒരു പരിപാടിയല്ലേ നമ്മൾ കാണിക്കുന്നത്. ഈ പുസ്തകം നമ്മുടേതാന്ന് പറയുന്നു. എൻ്റെ കർത്താവേ, ഇതില്ലാതെ ഞാൻ ജീവിക്കത്തില്ല, എനിക്ക് അന്നം വേണ്ട, വചനം മതിയേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലവിളിച്ചിട്ട് ഇതേ വചനത്തിൽ പറയുന്ന ഒരു വാക്യം അങ്ങടെ എടുത്ത് സൗകര്യപൂർവ്വം അങ്ങ് ചുരുട്ടി ബാസ്ക്കറ്റിൽ ഇട്ടാൽ അത് ദശാംശത്തിൻ്റെതായിരിക്കാം, അത് മറ്റ് കാര്യങ്ങളുടേതായിരിക്കാം, അത് നമ്മുടെ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും, അയൽവാസിയെ സ്നേഹിക്കേണ്ടതായിരിക്കാം, അസൂയപ്പെടരുതെന്നുള്ളതായിരിക്കാം, കയ്പ് കാണിക്കരുതെന്നായിരിക്കാം, പാപം ചെയ്യരുതെന്നുള്ളതായിരിക്കാം, ദുഷ്കാമം അരുതെന്നായിരിക്കാം, സ്ത്രീയെ നോക്കരുതെന്നുള്ളതായിരിക്കാം, വ്യഭിചാരം ചെയ്യരുതെന്നുള്ളതായിരിക്കാം, അളവിൽ കള്ളം കാണിക്കരുതെന്നുള്ളതായിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം. അതിൽ ഒരെണ്ണം എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് അതിനകത്ത് അങ്ങോട്ട് വെള്ളം ചേർത്താൽ ഈ പുസ്തകം അല്ലാണ്ടിരിക്കുമോ? ഈ നിയമം അല്ലാണ്ടിരിക്കുമോ? ഓർക്കുക, നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം ഇവിടെ കിടക്കുകയാണ്. നിങ്ങളുടെ വിടുതലിന്റെ തടസ്സം ഇവിടെ കിടക്കുകയാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനയുടെ മറുപടിയുടെ കാലതാമസം ഒരുപക്ഷെ ഇവിടെ കിടക്കുകയാണ്. വിശ്വസ്തരായിരിക്കുക. നിയമങ്ങൾ പാലിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 13 നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വായിച്ചോ. റോമർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ വീണ്ടും ഈ ഗിവിങ്ങിനെ കുറിച്ച്, കൊടുക്കുക എന്നതിനെക്കുറിച്ച്, നിയമങ്ങൾ പാലിക്കുക എന്നതിനെക്കുറിച്ച്, രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതിനെക്കുറിച്ച്, ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പൗലോസ് വാചാലനാകുന്നുണ്ട് പരിശുദ്ധാത്മാവിൽ. മൈ ഗോഡ്, രാജ്യത്തിന്റെ നിയമം പാലിക്കുന്നതും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നതും തമ്മിൽ ഇത്രയും ബന്ധമുണ്ടോ? ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കട്ടെ. നിങ്ങൾക്കൊരു പാർട്ടിയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ കുറ്റം വിധിക്കാൻ എനിക്ക് പ്രമാണമില്ല. നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ലീഡറിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ പൊളിറ്റിക്കൽ ലീഡറിനെ ചീത്ത പറയാൻ, ആ പുള്ളിയുടെ തന്തയ്ക്ക് പറയാനൊന്നും നമുക്ക് പ്രമാണമില്ല. അവരൊക്കെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. നീ കീഴ്പ്പെട്ടാലേ നീ ഉയർച്ച പ്രാപിക്കും. സ്വൽപ്പ കട്ടിയാണ്. കർത്താവിൻ്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. പലർക്കും ഇഷ്ടപ്പെട്ടില്ല കർത്താവിൻ്റെ ഉപദേശം. ഭരണകർത്താക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുക, ഇതൊരു വിശ്വാസിയുടെ കടമയാണ്. നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വായിച്ചോ. തിമോത്തിയോസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് 1 തിമോത്തിയോസ് 2:1 മുതൽ 3 വരെ പൗലോസ് പറഞ്ഞു കൊടുക്കുക, ഭരണകർത്താക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന്. ഒരു വിശ്വാസിയാണോ? കടമയുണ്ട്, കടപ്പാടുണ്ട്. ഹല്ലേലൂയ. ഭരണകർത്താക്കൾക്ക് വേണ്ടി ഒരുപാട് ദൈവമക്കളുണ്ട് കേട്ടോ, ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. എനിക്ക് നന്നായിട്ടറിയാം, നമ്മുടെ കൂട്ടായ്മയിലുണ്ട് ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. അപ്പോസ്തലപ്രവൃത്തി 5:29 നീ ദൈവത്തെ അനുസരിക്കുക. ദൈവത്തെ അനുസരിക്കുന്നവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവപൈതലേ, ഇന്നത്തെ ഈ സന്ദേശം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ അനുഗ്രഹത്തിനാണ്. നമ്മുടെ പ്രാർത്ഥനകൾ സാത്താൻ നിയമപരമായി മറുപടികൾ തടഞ്ഞു വെച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും ഇന്നത്തെ ഈ വചനത്തിലൂടെ അതിനെ അൺലോക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഈ വേർഡിനകത്ത് കറക്റ്റ് ആകേണ്ട ഭാഗത്ത് ഞാൻ കറക്റ്റ് ആകും. എനിക്ക് എടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് നിന്ന് എടുക്കും. ഞാൻ കറക്റ്റ് ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ അനുഗ്രഹ സമ്പൂർണ്ണനായി മാറും. ഞാൻ നിയമപരമായി എനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റും. എനിക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം? സാറേ, എൻ്റെ വീട്ടിൽ ബൈക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വീട്ടിൽ ലൈസൻസ് അയച്ചു തരുമോ? നോ. ഞാൻ അവിടെ ചെന്ന് പ്രൂവ് ചെയ്യണം. വണ്ടി ഓടിക്കാൻ ഞാൻ എഫിഷ്യൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നീ പ്രൂവ് ചെയ്യണം. ദൈവത്തിൻ്റെ മുമ്പിൽ പ്രൂവ് ചെയ്യണം. സാത്താൻ്റെ മുമ്പിലും പ്രൂവ് ചെയ്യണം. ഞാൻ ദൈവത്തിനുള്ളതാടാന്ന്, ഞാൻ അതിനകത്ത് കള്ളം കാണിക്കത്തില്ലടാന്ന് പ്രൂവ് ചെയ്യണം. ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിന്നെ പ്രൂവ് ചെയ്താൽ ദൈവം നിന്നെ അപ്രൂവ് ചെയ്യും.
ഹല്ലേലൂയ. ദൈവം നിന്നെ അപ്രൂവ് ചെയ്യും. ഞാനിവിടെ നിർത്തി എൻ്റെ സമയം ഇവിടെ കഴിയുന്നു. എല്ലാ ദൈവമക്കൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങൾ എടുക്കേണ്ട തീരുമാനം നിങ്ങൾ എടുക്കുക. നിങ്ങൾ എവിടെയാണ് ഇതിനകത്ത് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യും. ഒരുപാട് ദൈവമക്കൾക്ക്, എല്ലാവർക്കും എന്ന് ഞാൻ പറയത്തില്ല, കൃത്യമായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട്. ഒരുപക്ഷെ ഈ മീറ്റിങ്ങിൻ്റെ ലൈവിന് ശേഷം കാണുന്ന ദൈവമക്കളുണ്ട്. എന്നാൽ ഈ സന്ദേശം വളരെ പേർക്കും പ്രയോജനപ്പെടുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മളിതൊന്നും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകത്തില്ല. നമ്മളിൽ പലർക്കും ഒരുപക്ഷെ ഇതിൽ ചില കാര്യങ്ങൾ, എസ്പെഷ്യലി ടൈത്തിനെക്കുറിച്ച്, ദശാംശത്തെക്കുറിച്ച് ഇഷ്ടമല്ല പറയുന്നത്. കാരണം വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. പക്ഷേ എൻ്റെ അപ്പ പറഞ്ഞു, കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ മനുഷ്യനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ദശാംശത്തിനെതിരായി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്, ടൈത്തിനെതിരായി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഡൊണേഷനെതിരായി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമല്ല. ഞാൻ അങ്ങനെയുള്ള വ്യക്തികളുടെ നേരെ പരസ്യമായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ വേർഡ് എന്നെ ആകെ മൊത്തം മാറ്റിമറിച്ചു. ഈ വേർഡ് എന്നെ പഠിപ്പിച്ചു. നീ ഒരു സഭയെ പോകുന്നത് കൊണ്ട് നീ ഒരു ദൈവവിശ്വാസി ആകുന്നില്ല എന്ന് പഠിപ്പിച്ചു. നീ യേശു എന്ന് പറഞ്ഞ് നീ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവി എന്ന് പറഞ്ഞ് നിന്നെ ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് പഠിപ്പിച്ചു. പ്രവൃത്തിയിൽ വിശ്വാസം കൊണ്ടുവരണം. അവനാണ് ദൈവ പൈതൽ എന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു. സോ ഞാനിത് പറയാതിരുന്നാൽ എന്നെ ഉയർച്ചയിലേക്ക് കർത്താവ് എത്തിക്കത്തില്ല. അതുകൊണ്ട് ഈ തിരുവെഴുത്ത് വളരെ പേർക്കും പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധിയിൽ അടയട്ടെ. ഡാഡി ഹൊറോ മോശക്കെറ്റസി, എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. പപ്പ, ഞങ്ങളുടെ ഇന്നത്തെ ഈ വചനധ്യാനം ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങളെ നീക്കുവാൻ വളരെ പ്രയോജനം ചെയ്യുന്നതെന്ന് അടിയാൻ അറിയുന്നു. കർത്താവേ, നാഥനെ, ദൈവമേ, ഇതിനകത്ത് പല വിഷയങ്ങൾക്കകത്തും കുഴങ്ങി നിൽക്കുന്നവരും മറുപടി കിട്ടാതിരിക്കുന്നവരുമുണ്ട്. എൻ്റെ കർത്താവേ, അവരെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണമേ. മറുപടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണമേ. ഈ ദിവസങ്ങളിൽ തന്നെ ഒരസാധാരണമാകുന്ന ഒരു ചേഞ്ച് ഇവരുടെ ലൈഫിനകത്ത് കർത്താവ് വരുത്തണം. ഇരുട്ടിൻ്റെ സകല നിയമങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കീഴടക്കുന്നു. അതിനെ ഞങ്ങൾ തകർക്കുന്നു. കർത്താവ് മഹത്വം വെളിപ്പെടുത്തണം, അനുഗ്രഹിച്ചുയർത്തണം. രോഗികളായിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ദൈവമേ, സാത്താന് നിയമപരമായി ലഭിച്ച എല്ലാ എൻട്രിയും ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബാൻ ചെയ്യുന്നു. അവനെ ഞങ്ങൾ പുറത്താക്കുന്നു. ഒരു വലിയ കൊയ്ത്ത്, ഒരു വലിയ ബ്ലെസ്സിങ്, ഒരു വലിയ ഡെലിവറൻസ്, ഒരു വലിയ ഓപ്പണിംഗ്, ഒരു ഓപ്പൺ ഹെവന്റെ അനുഭവം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ മനസ്സോടെ ഈ കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഓരോ കാര്യത്തിൽ, ഇവർ ചെയ്യുന്ന ജോലി, ഇവർ ചെയ്യുന്ന ബിസിനസ്, ഇവർ ചെയ്യുന്ന ശുശ്രൂഷകൾ, ഇവരായിരിക്കുന്ന ഓരോ സ്ഥലങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ക്ഷാമം ദൈവം ക്യാൻസൽ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി, ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.